Cristiano Ronaldo's footballing godfather is preparing to take. ഒരു കാറ്റ് കൊടുങ്കാറ്റാകുമെന്നും ആ കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റാകുമെന്നും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ ഇതുവരെയുള്ള ആയുസ്സിൽ കണ്ടു തീർത്തു. എൻ്റെ കണ്ണിനും ശരീരത്തിനും എത്താൻ കഴിയാത്ത അത്രയും അകലെയുള്ളൊരു നാട്ടിൽ നിന്നും വന്ന ഒരു മനുഷ്യൻ, ഇഷ്ടപ്പെട്ട ആഹാരം പോലും വാങ്ങിച്ച് കഴിക്കുവാൻ പണമില്ലാതെ നടന്നവൻ പിന്നീട് ഈ ലോകത്തിലെ തന്നെ വെച്ച് ഏറ്റവും വലിയ ബ്രാൻഡായി മാറുന്നു. നിലയ്ക്കാൻ പോകുമായിരുന്ന ഹൃദയത്തെ പോലും അതിജീവിച്ച് തുടങ്ങിയ യാത്ര പിന്നീട് തന്നെ എതിർത്തു നിന്നവരുടെ ഹൃദയമിടിപ്പിന് വരെ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. തോൽക്കാൻ പോകുമ്പോഴെല്ലാം ലോകത്തിലെ തകർന്ന മനസ്സുകൾ അവനിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ്റെ പ്രവൃത്തിയും വാക്കുകളും സദാസമയം ധൈര്യം പകർന്നുകൊണ്ടേയിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുവാൻ ബലം തന്നു, വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പഠിപ്പിച്ചു, നേട്ടങ്ങളെ തൊടാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഫുട്ബോൾ എന്ന ലോകത്തിനുമപ്പുറം അയാൾ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ നായകനാകുന്നു. പലരും രാജ്യവും കിരീടവും നേടിയപ്പോഴും അവൻ നേടിയത് ഈ ലോകത്തെ തന്നെയാണ്. മരണത്തിൻ്റെ ഗന്ധം പരന്നിരുന്ന ആ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വിധിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ജനനം, ലോകം വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് രേഖപ്പെടുത്തിയ ദിവസം, മഹത്തരമേറിയ ഒരു അമ്മയിൽ നിന്നുള്ള ആ മകൻ്റെ ജനനം. വെള്ളത്തിൽ നിന്നും തീയുണ്ടായ ചരിത്രമില്ല, പക്ഷേ ഈ അമ്മയുടെ കണ്ണിൽ നിന്നും തീയുമുണ്ടായി, അവനെന്ന ചരിത്രമുണ്ടായി. Almost 20 years ago, Cristiano Ronaldo embarked upon his own journey from Funchal to Lisbon to Manchester to Madrid. The boy from Madeira with magic in his boots and a burning desire to be the greatest. The man who would be king. அம்மா, இந்த உலகத்துல இருக்க எல்லா தங்கத்தையும் உனக்கே தரம்மா. ഇതൊരു അമ്മയിൽ നിന്നും പിറവിയെടുത്ത ചരിത്രമാണ്. അവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. ഇങ്ങനെയൊരു പിറവിക്ക് ജന്മം നൽകിയ മഹത്വമേറിയ ആ ഒരു അമ്മയിൽ നിന്ന്. The boy from Madeira with magic in his boots and a burning desire to be the greatest. ഭർത്താവിൻ്റെ അമിത മദ്യപാനം കൊണ്ട് അലക്ഷ്യമായി പോയ ജീവിതത്തെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനും തൻ്റെ മക്കളെ സംരക്ഷിക്കുവാനും ഒറ്റയ്ക്കിറങ്ങി തിരിച്ച ഒരു പാവം യുവതിയിൽ നിന്നും തൻ്റെ മകൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എച്ചിൽ പാത്രങ്ങൾ വരെ കഴുകി കിട്ടുന്ന പണത്തിൽ നിന്നും മിച്ചം പിടിച്ച് ബൂട്ടുകളും ജേഴ്സികളും സമ്മാനിക്കുന്ന സ്നേഹത്തിൽ നിന്നും ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ നശിപ്പിക്കുവാൻ ചൂടുള്ള ബീർ വരെ കുടിച്ചു നോക്കിയ ആ അമ്മയുടെ നീറിയ ഹൃദയത്തിൽ നിന്നുവരെ ചരിത്രം കുറിച്ചു വെക്കേണ്ടി വരും. ഒരുപക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ആ മനുഷ്യൻ ഈ ലോകത്ത് ഉണ്ടാവേണ്ടതേയല്ല. മരിയ ഡോളറസ് എന്ന സ്ത്രീയുടെ യാതനയിൽ നിന്നും അറുത്തുമാറ്റാൻ ശ്രമിച്ചതിനേക്കാൾ വേഗത്തിൽ മുറുകൂടിയ ഒന്നായിരുന്നു. മരിയയുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒടുവിൽ അവൻ പിറവിയെടുക്കും. കാൽപന്ത് തട്ടുവാൻ ആരംഭിച്ചത് മുതൽ അമ്മയുടെ വിരലുകൾ പിടിച്ചുകൊണ്ട് സ്വപ്നങ്ങളേറെ പറഞ്ഞിരുന്ന ആ കുഞ്ഞു റൊണോയോട് ഒരിക്കൽ അമ്മയ്ക്ക് സത്യം പറയേണ്ടി വന്നു. അന്ന് റൊണോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അമ്മേ, ഈ ലോകം ഈ കഥകളൊന്നും ഒരിക്കലും അറിയരുതെന്ന്. ശേഷം CR7 എന്ന ബ്രാൻഡായി വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ആ രഹസ്യമായി തന്നെ തുടർന്നു. തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ച അമ്മയായിരുന്നിട്ട് പോലും ഒരിക്കലും അവരെ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അവർ തനിക്ക് വേണ്ടി അനുഭവിച്ച യാതനകളുടെയും കഷ്ടപ്പാടുകളുടെയും കഥ തിരിച്ചറിഞ്ഞ റൊണോ ഒരിക്കലും ആ കഥയോർത്ത് വിഷമിച്ചിട്ടുമില്ല. ഈ ലോകത്ത് എന്തിനെയെല്ലാം അയാൾ നേടിയെടുത്താലും അതിനെല്ലാം രണ്ടാം സ്ഥാനമേ കൊടുക്കാറുള്ളൂ. കാരണം അമ്മയേക്കാളേറെ മറ്റൊന്നിനെയും ആ മനുഷ്യൻ ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല. நீ எப்படி வாழ போறியோன்னு எனக்கு தெரியாது. ஆனா சாகும்போது இந்த உலகமே மதிக்கிற பெரிய പണക്കാരനാ தான் சாகணும். ഒരിക്കൽ മരിയയ്ക്ക് ആ കഥ ഈ ലോകത്തോട് പറയേണ്ടി വന്നു. തൻ്റെ ആത്മകഥയിൽ അതിങ്ങനെ കുറിച്ചു വെക്കുന്നുമുണ്ട്. ചരിത്രത്തിൽ റൊണോയുടെ മാത്രം കഥയായി ഒരിക്കലും അതിനെ എഴുതി ചേർക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇതവരെയും കൂടി കഥയായിരുന്നു. മകൻ്റെ ഓരോ ജന്മദിനത്തിലും വർഷങ്ങൾക്ക് പുറകിലൂടെ ആ ശപിച്ച ദിവസങ്ങളെ ഓർത്ത് വിലപിക്കുന്ന അമ്മയുടെയും അമ്മയെ ജീവനുകളും സ്നേഹിച്ച ഒരു മകൻ്റെതും. ശേഷം അമ്മയ്ക്ക് വേണ്ടി ലോകം വെട്ടിപ്പിടിച്ച റൊണോ യുഗത്തിൽ അന്ന് ആരംഭിക്കുന്ന യാത്ര ഈ ലോകത്തിന്റെ പൾസിനെ വരെ നിയന്ത്രിച്ചുകൊണ്ടായിരുന്നു. ഏത് വികാരങ്ങൾ കൊണ്ടെല്ലാമാണ് അയാളെ വാഴ്ത്തിപ്പാടുവാൻ സാധിക്കുക എന്ന് അറിയില്ലായിരുന്നു.
ഇതുപോലൊരു മനുഷ്യൻ ഭൂമിയിൽ പിറവിയെടുക്കുമോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. This week they ran out of number 7s, and the great and the good are here to see him. പിറവി പോലും വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാതിരുന്ന ഒരു കുടുംബത്തിൽ ജനിക്കുന്നു. അന്ന് മുതലൊക്കെ വിധിയോട് പോരാടുവാൻ ആ കുഞ്ഞു പാദങ്ങളിലേക്ക് ശേഷി ആർജിക്കേണ്ടി വരുന്നു. ക്ലാസ് മുറിയിലെ ജനാലയിലൂടെ കണ്ട കാഴ്ചകൾക്കും അപ്പുറം മറ്റൊരു ലോകമുണ്ടെന്നും അവിടേക്ക് പോകുവാൻ ഞാൻ തയ്യാറാകണമെന്ന തീരുമാനത്തിൻ്റെ മുന്നിൽ ടീച്ചർ പറഞ്ഞത് ഫുട്ബോൾ നിനക്ക് മേശപ്പുറത്ത് ഭക്ഷണം എത്തിക്കില്ല എന്നായിരുന്നു. പിന്നീട് വർഷങ്ങൾക്കും അപ്പുറം മീൻ വിലപ്പനക്കാരൻ്റെ മകനെന്ന് പറഞ്ഞ് പരിഹസിച്ചിറക്കിവിട്ട ആ വിദ്യാലയത്തിലേക്ക് എത്തിയത് ആ വിദ്യാലയത്തിന് തന്നെ വില പറയാനായിരുന്നു. അതും പറന്നിറങ്ങിയത് സ്വന്തം പേര് പതിപ്പിച്ച വിമാനത്താവളത്തിൽ. പിന്നീടങ്ങോട്ട് ലിസ്ബണും കടന്ന് യൂറോപ്പും വേൾഡ് ഫുട്ബോളും അടക്കി ഭരിച്ച് ഫുട്ബോൾ ലോകത്തിനേക്കാൾ വലിയ ബ്രാൻഡായി മാറുകയാണ്. അതിനിടയിൽ നിലയ്ക്കാൻ പോകുന്ന ഹൃദയമിടിപ്പിനെ അതിജീവിച്ച അയാൾ പിന്നീട് എതിരാളികളുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂട്ടിക്കൊണ്ടേയിരുന്നു. അതിൽ മാഞ്ചസ്റ്ററുകാരനായും മാഡ്രിഡുകാരനായും യുവന്റസുകാരനായും ഒടുവിൽ അൽനാസറിൽ നിന്ന് പോലും ഫുട്ബോൾ ലോകത്തെ വെല്ലുവിളിക്കുന്നു. ഫുട്ബോളിനുമപ്പുറം ആത്മവിശ്വാസം കൊണ്ടും ആത്മസമർപ്പണം കൊണ്ടും അയാൾ ഈ ലോകത്തിന് നൽകുന്നത് എത്ര തരത്തിലുള്ള മെസ്സേജുകളാണ്. ഏത് താഴെത്തട്ടിൽ കിടക്കുന്നവനും ലോകത്തിൻ്റെ നെറുകിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അയാൾ കാണിച്ചു തരുന്നു. ആ മെസ്സേജുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ ലോകം തന്നെ അവന് വേണ്ടി ആരംഭങ്ങൾ മുഴക്കുന്നു. എത്ര തവണയാണ് തന്നെ പരിഹസിച്ചവരുടെ ഉറക്കം പോലും കളഞ്ഞിരിക്കുന്നത്? എത്ര തവണയാണ് വിമർശനങ്ങൾക്ക് മറുപടി എഴുതുന്നത്? എഴുതിത്തള്ളാൻ ശ്രമിച്ചപ്പോഴെല്ലാം എത്ര തവണയാണ് ഉയർത്തെഴുന്നേറ്റത്? തിരിച്ചു വരാൻ ബാക്കിയുള്ളത് 1 മിനിറ്റാണെങ്കിൽ പോലും സാധിക്കുമെന്ന ബോധം മനസ്സിലുണർത്തിയത്, എതിരാളികളുടെ തട്ടകം വിറപ്പിച്ചിട്ടുള്ളത്, അതേ എതിരാളികളെ കൊണ്ട് കൈയടിപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയവനുണ്ടാകാം. എന്നാൽ ഈ ലോകത്തെ തന്നെ നേടണമെങ്കിൽ അതിന് അത്യപൂർവമായ ഒരു DNA തന്നെയാകണം. Are you the best footballer in the world right now? I think so, yes. In my mind, I'm always the best. അതെ, അങ്ങനെയൊരു DNA തന്നെയായിരുന്നു അയാളുടേത്. എന്തും തുറന്നു പറയാൻ മടിയില്ലാത്ത, സമ്മർദ്ദങ്ങളെ അതിജീവിച്ച ശീലമുള്ള, വിമർശനങ്ങളെയും തരം താഴ്ത്തലിനെയും പോരാടുവാനുള്ള ഊർജ്ജമാക്കി തീർത്ത, അവഗണനയിൽ നിന്നും പരാജയത്തിൽ നിന്നും വെല്ലുവിളികൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന, ഏത് മണ്ണിലും നിലം വിറയ്ക്കും തരം വിസ്മയങ്ങൾ തീർക്കാൻ കെൽപ്പുള്ള, എതിരാളികളുടെ മുൻവിധികളെയും സ്വപ്നങ്ങളെയും നിരന്തരം തല്ലിത്തകർക്കാൻ പോന്ന തിരിച്ചറിവുകൾ സൃഷ്ടിച്ചിരുന്ന, എന്തിന് ഈ 40-ാം വയസ്സിലും അന്തരീക്ഷത്തിൽ ഉയർന്നും ചെരിഞ്ഞും മലർന്നും ത്രിലോകത്തെ വിറപ്പിക്കുന്ന എൻസൈക്ലോപീഡിയയുടെ ബ്ലഡ് ടോൺ തന്നെയായിരുന്നു അയാൾ. The only one, the all-time top scorer, inspiration of billions, nightmare, the fighter, teacher, warrior, whatnot. He is everything. His aura, his identity, is more than gold. He is not just a name. ഒരിക്കലും തോൽക്കാൻ മനസ്സിലാത്തവൻ്റെ പേരായിരുന്നു അത്. താഴെത്തട്ടിൽ കിടക്കുന്നവനെയും പരാജയം ഭയക്കുന്നവനെയും വിജയിക്കാനുള്ള ഊർജ്ജമായിരുന്നത്. ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ലഹരിയായിരുന്നത്. കളി കാണുന്നവൻ്റെ തലച്ചോറിനെ പോലും ത്രസിപ്പിക്കുന്ന കറുപ്പാണത്. സോ ഡോണ്ട് കമ്പയർ ഹിം വിത്ത് അതേഴ്സ്. ഗ്രേറ്റ്നെസ്സിനെ പ്രാപിക്കുക എന്നത് ഒരു ഈസി പ്രോസസ് ആയിരുന്നില്ല. ഓൾ എബൌട്ട് ഹാർഡ് വർക്ക്. പലരും വർണ്ണിക്കും പോലെ അയാളൊരു ദൈവമോ ചെകുത്താനോ ഏലിയനോ ആയിരുന്നില്ല. ഈ മണ്ണിൽ നമ്മെപ്പോലെ പിറവിയെടുത്ത് കടിഞ്ഞുദ്ധാനം ഒന്നുകൊണ്ട് ചരിത്രവും സാമ്രാജ്യവും തീർത്തവനായിരുന്നു. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എത്താവുന്നതിനേക്കാൾ ഏറ്റവും പീക്കിലേക്ക് പ്രയത്നം ഒന്നുകൊണ്ട് സഞ്ചരിച്ചെത്തിയ മനുഷ്യനായിരുന്നത്. They call him the real OG, the real gangster. He is the bully of the big boys, fearful of no one. ഒരു അമ്മയുടെ വാശിക്ക് മുകളിൽ വളർന്നു വന്ന മകൻ്റെ കഥയായോ പരിഹസിച്ച് ലോകത്തിന് മുന്നിൽ വിജയിച്ചവൻ്റെ കഥയായോ നിങ്ങൾക്കതിനെ എങ്ങനെ വേണമെങ്കിലും വായിക്കാം, നിർവചിക്കാം. എങ്ങനെയായാൽ പോലും കാൽപന്ത് കൊണ്ട് അയാൾ തീർത്ത അനശ്വരത ഈ ലോകത്തിൻ്റെ പൾസ് റേറ്റിലും രക്തത്തിലും തലച്ചോറിലും ഹൃദയത്തിലും കലർന്ന് കഴിഞ്ഞു പോയതാണ്. ദാറ്റ്സ് നോട്ട് മിത്ത്, ദിസ് ഈസ് റിയാലിറ്റി. എൻ്റെ കണ്ണുകളും നിങ്ങളുടെ കണ്ണുകളും അത് ദർശിച്ച് കഴിഞ്ഞതായിരുന്നു. ഒരു കിരീടമോ ചെങ്കോലോ അയാൾക്ക് ഇന്ന് ആവശ്യമില്ല. അതിന് തെളിവായി ഒരു സിംഹാസനമോ ഇരിപ്പിടമോ അയാൾക്ക് ഒരുക്കണമെന്നില്ല. ഒരു മാലാകമാരും ഗഞ്ചാമരം വീശണമെന്നില്ല, പുകഴ്ത്തണമെന്നില്ല. ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ മണ്ണിലും മനസ്സിലും അയാളുണ്ട്. യെസ്, ദ നെയിം ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ. 18 years since that trembling teenager touch and tease first tiptoed onto the scoring stage. Now in his immaculate maturity, CR7 reunited. This is what he lives for. Antonio Fernandes, Cristiano Ronaldo, in here for Fernandes. His stage just one final.
Greenwood had a pass. Close your eyes. When in need, call 7. That's a lovely finish. Even Cavani would appreciate He that. wouldn't do it again. He surely hasn't done it again. He has just gone and done it again. Kept on going. Fed it for 90 minutes plus, and the hero leaps. Can't the hour. He's the man. It's a storybook all by Real himself. Madrid found the way. There is The no way work of again. fiction more fanciful. Here's the man they've come to fear, Ronaldo. Cancelo. All-time top scorer, inspiration of billions, greatest of all time. He comes to life when the competition comes to life. His stage, he comes to life when his team needs.